അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനും പഠനത്തിന് ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നതിനുമുള്ള H-1B വിസ, F-1 OPT പ്രോഗ്രാമുകൾക്ക് വൻതുക ഫീസായി ഏർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. അമേരിക്കൻ സ്വപ്നങ്ങളുമായി കഴിയുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയാകുന്നതാണ് ഈ പുതിയ നീക്കം. H-1B വിസ ഫീസ് $1,03,265, അതായത് ഏകദേശം 87 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കഴിഞ്ഞ ദിവസം ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ വർഷം ഈ ഫീസ് ഏർപ്പെടുത്തിയിരുന്നെങ്കിലും കോടതി ഇത് തടയുകയായിരുന്നു. പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ വിദേശ പൗരന്മാർക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള ചെലവ് കുത്തനെ കൂടും. കൂടാതെ സർവകലാശാലകളിൽ നിന്നും പഠനം പൂർത്തിയാക്കി തൊഴിലിടങ്ങളിലേക്ക് മാറുന്ന വിദ്യാർത്ഥികൾക്കും H-1B ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമകൾക്കും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് കോർപ്പറേറ്റ് ഇമിഗ്രേഷൻ സേവനങ്ങൾ നൽകുന്ന ഫ്രാഗോമൻ എന്ന സ്ഥാപനം വ്യക്തമാക്കി. അമേരിക്ക നൽകുന്ന H-1B വിസകളിൽ 70% ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ് എന്നതിനാൽ ഈ നിയമമാറ്റം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. 2024 US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആകെ 3,99,402 H-1B അപേക്ഷകൾക്കാണ് അംഗീകാരം നൽകിയത്. ഇതിൽ 71% സ്വന്തമാക്കിയത് ഇന്ത്യക്കാരായിരുന്നു. ഫ്രാഗോമൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ഫീസ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബഡ്ജറ്റിൻ്റെ പരിഗണനയിലാണ്. വിദ്യാർത്ഥികൾക്കായുള്ള OPT അപേക്ഷകൾക്കും $1 ലക്ഷം ഫീസ് ഏർപ്പെടുത്താൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിർദ്ദേശിച്ചേക്കാമെന്നും ഫ്രാഗോമൻ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഈ നിർദ്ദേശങ്ങളുടെ പൂർണ്ണരൂപം രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന.